അഡ്വക്കേറ്റ് ജയസൂര്യൻ, നോക്കൂ, എല്ലാ ആരോപണങ്ങളും കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് നേരെയാണ് തിരിക്കുന്നത്. നിങ്ങൾ പണം കൊടുക്കുന്നില്ല, നിങ്ങളുടെ വിഹിതം കിട്ടുന്നില്ല എന്നുള്ളതിനാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ UGC ശമ്പള പരിഷ്കരണം ഇങ്ങോട്ട് തുടങ്ങി. ഞാൻ മൊത്തം വായിക്കുന്നില്ല, സമയം ഒരുപാടെടുക്കും. 750 കോടി രൂപയാണ്. നഗരവികസന ഗ്രാന്റ് 700 കോടിയാണ്. ദുരിതാശ്വാസ സഹായം 138 കോടിയാണ്. കിഫ്ബി പൊതു കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത് മൂലം 12,500 കോടിയാണ്. കടമെടുപ്പിലുണ്ടായ കുറവ് 19,000 കോടിയാണ്. ഗ്രാന്റുകളിൽ 13,000 കോടി രൂപയാണ്. സർ, കേരളം എവിടെ നിന്ന് എടുത്തു വെച്ച് കൊടുക്കണം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്, അഡ്വക്കേറ്റ് ജയസൂര്യൻ? വളരെ വ്യക്തമായിട്ട് പറയാം. കേരളം സ്വന്തമായി ധനം സ്വരൂപിക്കാനുള്ള പദ്ധതികളിലേക്ക് മാറണം. കേരളത്തിന്റെ ഒരേ ഒരു വരുമാന മാർഗം കേന്ദ്രം കടം തരണം, വേറെ യാതൊരു വരുമാന മാർഗവും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നതിന് യാതൊരു നാണവും മാനവും ഇല്ലാത്ത ഒരു സർക്കാർ. ആ സർക്കാർ ഇവിടെ നെല്ല് സംഭരണത്തിന് വേണ്ടി പണം തരുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ MP സുരേഷ് കൊടിക്കുന്നിൽ പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് നെല്ല് സംഭരണത്തിന്റെ പണം കേന്ദ്രം തരാത്ത ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞ മറുപടി ഇതാണ്: കഴിഞ്ഞ 6 വർഷക്കാലമായി അങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ കണക്ക് ചോദിച്ചു. അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. എത്ര പണം ആർക്ക് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു കണക്കുമില്ല. 6 വർഷക്കാലം ഇതേ ഗവൺമെന്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ സംബന്ധിച്ച് കണക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് എന്ന് അന്ന് സമ്മതിക്കേണ്ടി വന്നു. ഒരു നിമിഷം. Debate with Arun Kumar.